അതെ, വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. പാവമാണ് നമ്മളെ സഖാവ്. കാപ്പി കുടിച്ചില്ല, ചെന്നിട്ട് കുടിക്കണം. സ്വീകരണം കൊടുത്തിട്ട് ചെന്ന് കാപ്പി കുടിക്കാം. ആദ്യം സ്വീകരണം. സഖാവ് പന്ന്യൻ രവീന്ദ്രനിതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വലിയ ജനക്കൂട്ടം കൂടി വരിക, നമ്മളെ പ്രവർത്തകരല്ല, നാട് മുഴുവൻ ഒരുക്കി വരിക. അത് ഒരു പുതുമയുടെ കാര്യമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ തട്ടുന്നുണ്ട്. കാരണം അവർ കേൾക്കുന്ന വാർത്തകളെല്ലാം നുണയുടെ കുമിളകളാണ്. ആ നുണ അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ ആക്റ്റീവായി ഈ രംഗത്തുണ്ട്. പല ചാനലുകളിലും പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കുമ്പം അവർക്കൊരു വാശി കൂടിയിട്ടുണ്ട്. ആ വാശി തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം. അതെല്ലാം ജനങ്ങൾക്കറിയാവുന്നതാണ്. ഈ പറയുന്ന ആളുകൾ ഇവിടെ ഇല്ലല്ലോ. എവിടെയാന്ന് ചോദിച്ചാൽ പറയുന്ന ആൾ ഇവിടെ ഇല്ലല്ലോ. ഇതിൻ്റെ കാര്യം ഓഫീസിലിരുന്ന് എഴുതുകയും പറയുകയും ചെയ്യുന്നല്ലേ. അവരൊന്ന് കാണണമെന്ന്, ഈ ഓരോ സ്ഥലത്തെയും സ്വീകരണം ഒന്ന് കാണണം. പ്രായമായ ആളുകൾ മുതൽ കൊച്ചു കുട്ടികൾ വരെ അവർ ഉള്ളത്തട്ടി ഇവിടെ വരിക സ്വീകരണത്തിന്. ആ സ്വീകരണത്തിൻ്റെ എല്ലാ ഫലവും നിങ്ങൾക്ക് നേരിട്ട് കാണാം. കാരണം അവർക്ക് അവരുടെ കുടുംബത്തിന്, അവരുടെ ജീവിതത്തിന്, അവരുടെ ഭാവിക്ക് അതാണ് നമ്മുടെ നാട്ടിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനമെന്ന് ആ തിരിച്ചറിവ് അവർക്കുണ്ട്. അതാണ് അവർ സ്വീകരണത്തിൽ വരുന്നത്.